ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവുക, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവുക, അവിടെ ഈ സർജറിയുടെ പ്രൊസീജിയർ ഒരു മന്ത്രിക്ക് അറിയണം എന്നില്ല, ഒരു സെക്രട്ടറിക്ക് അറിയണം എന്നില്ല. അപ്പോൾ മന്ത്രിയൊക്കെ ഇതിനൊക്കെ ഉത്തരവാദിയാണോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. മന്ത്രി എങ്ങനെയാണ്? മന്ത്രി സർജറി പഠിച്ചിട്ടുള്ള ആളല്ല, മന്ത്രി സർജിക്കൽ പ്രൊസീജിയേഴ്സ് അറിയുന്ന ആളല്ല, മന്ത്രി ആ സ്ഥലത്ത് ഉള്ള ആളല്ല. മന്ത്രി ഒരു ദിവസം എത്ര 10,000-ത്തിലധികം മൈനർ മേജർ സർജറികൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. എനിക്കെതിരെ വ്യക്തിപരമായ ആക്രമണമാണല്ലോ. അതാണ് ഞാനിപ്പോൾ ചോദിച്ചത്. വ്യക്തിപരമായ ആക്രമണം ഏറ്റവും കൂടി മന്ത്രിസഭയിൽ, എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടുള്ള മന്ത്രി വീണ ജോർജ്. തൊടുന്ന് പിടിക്കുന്ന എന്നും വിവാദമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണ് ഇത്രയധികം വീണ ജോർജിനോട് ആക്രമണം ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചു. സിംഗപ്പൂരിലൊക്കെ മരുന്ന് കമ്പനി നടത്തുന്നവർ നമ്മുടെ ആശുപത്രികൾ വന്ന് വാങ്ങിച്ചിരിക്കുക. 80-90% ഷെയർ അവരുടേതാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ആഗോള കുത്തകൾ നടത്തുന്നത് കാരുണ്യ പ്രവൃത്തി അല്ലല്ലോ, ഇറ്റ്സ് എ ബിസിനസ്. അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, ആ ബിസിനസ് ഇവിടെ നടത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സർക്കാർ ആശുപത്രികളിൽ വരുന്ന ഈ രോഗികളെ സൗജന്യമായിട്ട് ചെയ്യുന്ന ഈ ചികിത്സകൾ ആ ആശുപത്രികളിൽ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള മാർഗ്ഗം എന്താണ്? സർക്കാർ ആശുപത്രികളില്ല. അതിനൊരു പ്രചരണം ബോധപൂർവം ഈ കുത്തകളുടെ സഹായത്തോടെ ഇവിടെ നടത്തുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ വീണ ജോർജിനെ മാത്രം ഇത്ര വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഇവിടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. അവിടെ ലാബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ എവിടെ പോകണം? പത്തനംതിട്ട പോകണം പരിശോധിക്കാൻ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാർ. ഇപ്പോൾ പ്രായമുള്ളവരാണ് കൂടുതൽ പോകുന്നത്. അവരൊരു ഓട്ടോ പിടിച്ചങ്ങ് പത്തനംതിട്ട ചെല്ലുമ്പോൾ എത്ര രൂപ അവരുടെ കയ്യിൽ നിന്ന് ചിലവാകും? അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ഉണ്ടാകണം. അങ്ങനെ 1300 ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബ് സജ്ജമാക്കി. ഈ ലാബിനെ മുഴുവൻ കണക്ട് ചെയ്തതിൻ്റെ ഗുണം, ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി പരിശോധിക്കുമ്പോൾ അവിടെ ആ പരിശോധന ചെയ്യാൻ കഴിയില്ലെങ്കിൽ സാമ്പിൾ അവിടെ നിന്ന് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ച് അതിൻ്റെ ഫലം നമ്മുടെ ഫോണിൽ ലഭിക്കുന്ന ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ, അതിൻ്റെ പേരാണ് നിർണയ എന്ന പ്രോജക്റ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ സൂചകങ്ങളൊക്കെ മികച്ചതാണ്. പക്ഷേ നമ്മളിൽ പ്രമേഹമുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്, രക്തസമ്മർദ്ദമുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ജീവിത രീതി, നമ്മൾ വ്യായാമം ചെയ്യാതിരിക്കുന്നത്, നമ്മളുടെ ആഹാരം, ഇതെല്ലാം കൊണ്ടുള്ള നമ്മുടെ ശീലങ്ങൾ, ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള രോഗങ്ങളാണ്. അപ്പോൾ ആർദ്രം വിഭാവനം ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പാടില്ല. ഇത് കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്ന്, രോഗമുള്ളവർ രോഗത്തിന് ചികിത്സിക്കുന്നു എന്ന് ഉറപ്പാക്കുക, രോഗം വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുക, രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. അതിനൊരു ആപ്പ് രൂപീകരിച്ചു. ആ ആപ്പ് വെച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ആശമാർ വീടാനന്തരം പോയി അവരോട് സംസാരിച്ച് ആശയവിനിമയം നടത്തി രോഗമുള്ളവർ ചികിത്സ എടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ രോഗം വരാൻ സാധ്യത, ഇപ്പോൾ ഒബീസിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കും ഒക്കെ തന്നെ പ്രമേഹമുള്ളവർ, അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് കണക്കിലെടുത്തുകൊണ്ട് അവർ രോഗം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതും എന്നുള്ളത് കൂടി ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഓടിട്ട കെട്ടിടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, സ്മെല്ലൊക്കെ ആയിരുന്നു. അത് യാഥാർത്ഥ്യമായിരുന്നു. ഇപ്പോൾ പോകുമ്പോൾ എല്ലാം പുതിയ കെട്ടിടങ്ങളാണ്, മനോഹരമായ കെട്ടിടങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു വികസനം കൊണ്ടുവന്നു. പിന്നെ ഈ പറഞ്ഞ എല്ലാ ഗ്രാമീണ തലത്തിലേക്ക് തന്നെ ആരോഗ്യ മേഖലയെ കൊണ്ടുവന്ന് പറയുന്നു, ഒരുപാട് മാറ്റം കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ വീണ ജോർജിനെ മാത്രം ഇത്ര വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകും.
പക്ഷേ ഇത്രയും മാറ്റങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏത് മേഖലയിലാണ് നമ്മൾ ആരോഗ്യ മേഖലയിൽ പിന്നോട്ട് പോയിട്ടുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മൾ മുന്നോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ കാണണം. സംസ്ഥാനത്തെ 1750 ചെറിയ സ്വകാര്യ ആശുപത്രികൾ പൂട്ടിപ്പോയി. അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ടല്ലോ, അച്ഛൻ ഡോക്ടറായിരിക്കും അല്ലെങ്കിൽ അമ്മ ഡോക്ടറായിരിക്കും, മക്കളും MBBS ഒക്കെ പഠിച്ചിട്ട് അവരൊരു ചെറിയ സ്ഥാപനം നടത്തും. ഭാര്യയും ഭർത്താവുമായിരിക്കും ആദ്യം നടത്തുന്നത്, പിന്നീട് മക്കൾ വന്ന് നടത്തും. ഇങ്ങനെയുള്ള 1750 ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് പൂട്ടിപ്പോയി. അതിന് സമാന്തരമായി നമ്മൾ കാണേണ്ടത് ആഗോളതലത്തിലുള്ള വലിയ കുത്തകൾ. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ യൂട്യൂബിൽ അവരുടെയൊക്കെ ടോക്കുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നു, അവർ വിദേശത്ത് ആശുപത്രികൾ നടത്തുന്നവരല്ല, മരുന്ന് കമ്പനികൾ നടത്തുന്നവർ. സിംഗപ്പൂരിലൊക്കെ മരുന്ന് കമ്പനി നടത്തുന്നവർ നമ്മുടെ ആശുപത്രികൾ വന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. 80-90% ഷെയർ അവരുടേതാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ആരോഗ്യമേഖലയിൽ നടന്നൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബുണ്ട്. 8000 പേരാണ് അവിടെ വന്നത്. 8000-8500 ഇടയ്ക്ക് ആളുകൾ. അത്രയും പേർ അവിടെ വന്ന് ആൻജിയോപ്ലാസ്റ്റിയോ ആൻജിയോഗ്രാമോ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്തിരിക്കുന്നു. ഇതില്ലായിരുന്നെങ്കിൽ ഇവരോട് പോകുമായിരുന്നു, സ്വകാര്യ ആശുപത്രിയിൽ പോകുമായിരുന്നു. ഒരാൾക്ക് എത്ര രൂപ ആൻജിയോപ്ലാസ്റ്റിക്ക് ചിലവ് വരുമായിരുന്നു? 5-6 ലക്ഷം രൂപ ചിലവ് വരുമായിരുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യും. ഇല്ലെങ്കിലോ എനിക്ക് ഒരു കാർഡും ഇല്ല, ഞാൻ എന്ത് ചെയ്യും? സ്റ്റെൻറ്റ് ഇടേണ്ടി വന്നാൽ ആ ഒറ്റ സ്റ്റെൻറ്റിൻ്റെ വില അപ്പോൾ 60,000 രൂപ ഏകദേശം. 2 സ്റ്റെൻ്റ് ആണെങ്കിൽ 1 ലക്ഷത്തിനടുത്ത് രൂപ. ഇതാണ് ആവുന്നത് 6 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 60,000 രൂപ എന്നുള്ളതാണ്. ഇനി ഒരു കണക്ക് കൂടി പറയാം. 2016 കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ OP രജിസ്ട്രേഷൻ 8 കോടിയാണ്. മൾട്ടിപ്പിൾ എൻട്രി കൂടെ ഉണ്ടല്ലോ. 2025 അത് 13 കോടിയാണ്. നമ്മുടെ ജനസംഖ്യ കൂടിയിട്ടില്ല, രോഗികളുടെ എണ്ണത്തിൽ വർധനവില്ല. അതിന് മാറിയത് എന്താണ്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി, ഗണ്യമായ വർധനവുണ്ടായി. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ആഗോള കുത്തകൾ നടത്തുന്നത് കാരുണ്യ പ്രവൃത്തി അല്ലല്ലോ, ഇറ്റ്സ് എ ബിസിനസ്. അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, ആ ബിസിനസ് ഇവിടെ നടത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സർക്കാർ ആശുപത്രികളിൽ വരുന്ന ഈ രോഗികളെ സൗജന്യമായിട്ട് ചെയ്യുന്ന ഈ ചികിത്സകൾ ആ ആശുപത്രികളിൽ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള മാർഗ്ഗം എന്താണ്? സർക്കാർ ആശുപത്രികളില്ല. അതിനൊരു പ്രചരണം ബോധപൂർവം ഈ കുത്തകളുടെ സഹായത്തോടെ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒത്തിരി വിമർശനം വന്നിട്ടുണ്ട് ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ പല വീഴ്ച ഈ അടുത്ത കാലത്തുണ്ടായി, സ്വാഭാവികമായിട്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാവുന്നതാണ്. അതിനും ഈ പഴി മന്ത്രിയുടെ നേരെയാണ് ഉണ്ടായത് ആണല്ലോ. അപ്പോൾ അതിനെ മന്ത്രിയെ ആ വിഷയത്തിൽ എന്ത് പറയാൻ പറ്റും? അതിന് ചില പരാമർശങ്ങളൊക്കെ വളരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വ്യക്തി എന്നുള്ള നിലയിൽ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഫോർസെപ്സ്, നമ്മൾ കത്രിക എന്ന് പറയുമല്ലോ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഹോസ്പിറ്റൽ ഉണ്ടാക്കുക, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവുക, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവുക, അവിടെ ഈ സർജറിയുടെ പ്രൊസീജിയർ ഒരു മന്ത്രിക്ക് അറിയണം എന്നില്ല, ഒരു സെക്രട്ടറിക്ക് അറിയണം എന്നില്ല. അപ്പോൾ മന്ത്രിയൊക്കെ ഇതിനൊക്കെ ഉത്തരവാദിയാണോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. മന്ത്രി എങ്ങനെയാണ്? മന്ത്രി സർജറി പഠിച്ചിട്ടുള്ള ആളല്ല, മന്ത്രി സർജിക്കൽ പ്രൊസീജിയേഴ്സ് അറിയുന്ന ആളല്ല, മന്ത്രി ആ സ്ഥലത്ത് ഉള്ള ആളല്ല. മന്ത്രി ഒരു ദിവസം എത്ര 10,000-ത്തിലധികം മൈനർ മേജർ സർജറികൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിലനിൽക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ഫോർസെപ്സിൻ്റെ വിഷയം പറയുന്നല്ലോ, 2 ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല എന്നുള്ളതാണ്. 2 ഈ 5 വർഷം ഉണ്ടായിട്ടുള്ളതല്ല. അതിൻ്റെ പേരിലും എനിക്കെതിരെ വ്യക്തിപരമായ ആക്രമണമാണല്ലോ. അതാണ് ഞാനിപ്പോൾ ചോദിച്ചത്. വ്യക്തിപരമായ ആക്രമണം ഏറ്റവും കൂടി മന്ത്രിസഭയിൽ, എനിക്ക് തോന്നുന്നു ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടുള്ള മന്ത്രി വീണ ജോർജ്. തൊടുന്ന് പിടിക്കുന്ന എന്നും വിവാദമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണ് ഇത്രയധികം വീണ ജോർജിനോട് ആക്രമണം ഉണ്ടാകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ, ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിന് പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന്
പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.